മാഡം, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഒന്ന് മാറിക്കാവോ? മാറി നിന്നാ മാത്രം മതിയോ? വേണമെങ്കിൽ ഞാൻ ഈ മുറി അടച്ച് കുറ്റിയിട്ട് പുറത്ത് കാവല് നിൽക്കാം. നിങ്ങളുടെ സംസാരം കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. നിങ്ങളെയൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പോലും സമ്മതിക്കാൻ പാടില്ലാത്തതാ. പിന്നെ ഇവൻ ആരെയൊക്കെയോ വിളിച്ച് സ്പെഷ്യൽ പെർമിഷൻ എടുത്തോണ്ട് വന്നതുകൊണ്ട് ഇത്തവണ ഇത് നടന്നു. പക്ഷെ ഇനി മുതൽ ഈ വക പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. ജയിലിലെ സൂപ്രണ്ട് മാറി. ഇനി കാര്യങ്ങള് ജോർജ് സാറ് പറയുന്നത് പോലെ നടക്കും. എന്റെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ചാ മതി. വേണ്ട വക്കീലെ, അവരവിടെ തന്നെ നിന്നോട്ടെ. എനിക്ക് ആരെങ്കിലും നിൽക്കുന്നു കരുതി പ്രേമിക്കാൻ ഒരു ചമ്മലുമില്ല. പ്രേമം. വക്കീല് വീട്ടിലെ വിശേഷങ്ങൾ പറ. അമ്മയുടെ സീരിയൽ എവിടെ വരെയായി? അമ്മ ഇപ്പോ ഡബിൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ജഡ്ജും മറ്റേ ആൾ കൊലയാളയും. മഞ്ജു, അവള് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല. നീ കയറിയിരിക്കും, അവളിപ്പോ വരും. വേണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. എടാ, എന്താടാ നീ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? മഹിമ ജയിലില്ല. അതിനേക്കാളും വലിയ പ്രശ്നം വേറെ ഉണ്ടാവാനുണ്ടോ? അവൾ അവിടെ കുറെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എടാ, പല കാര്യങ്ങളും അവൾ എന്നെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ പറയാതിരിക്കുന്നതാ. എനിക്ക് വെറുതെ നോക്കിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. എന്താടാ ഇത്, ചെറിയ കുട്ടികളെ പോലെ? നിനക്കെന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ നിന്റെ പ്രഗ്നന്റ് ആയ ഭാര്യയോട് സന്തോഷമായിട്ട് കഴിയല്ലേ? മഹിമ ആ ജയിലിൽ വെച്ച് ഒരുത്തി കൊല്ലാൻ വരെ ശ്രമിച്ചതാ. ക്രിമിനലുകൾ മാത്രം കഴിയുന്ന സ്ഥലത്ത് അവള് സുരക്ഷിതയായിരിക്കും ഞാൻ എങ്ങനെയാടാ വിശ്വസിക്കുക? ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എടാ, മഹിമയ്ക്ക് സ്വന്തം കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം. എടാ, അവളീ ധൈര്യം കാണിച്ച് നടക്കുന്നുള്ളൂ. ഇത്രയും കുറ്റവാളികൾക്കെതിരെ അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാടാ? ജയിലിലെ സൂപ്രണ്ട് മാറിയതിനു ശേഷം കാര്യങ്ങളൊക്കെ മൊത്തം കുഴഞ്ഞ മട്ട. അതെന്താ? പുതിയതായി വന്നവനെ ഒരു ജോർജ്, അയാള് ഗോപാലിന്റെ ആളാ. ഗോപാലൻ പറയുന്നത് കേട്ട് അയാള് മഹിമ ഉപദ്രവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഗോപാൽജിയെ കണ്ടൊന്ന് സംസാരിക്കാം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടാ. മഹിമയെ അപായപ്പെടുത്താൻ അയാള് എന്തെങ്കിലും വഴികൾ എപ്പോഴും കണ്ടുപിടിക്കും. മഹിമ ശരിക്കും സുരക്ഷിതമാവണമെങ്കിലേ അവളെ പുറത്തിറക്കാതെ വേറെ മാർഗമില്ല. എന്നെ രക്ഷിക്കാനുള്ള ധൃതിയില അവൾക്ക് മഹിമയ്ക്കെതിരെയുള്ള തെളിവുകൾ കിട്ടിയത്. മഹിമ നിരപരാധിയാണെന്ന് അവൾക്ക് തെളിയിക്കാൻ ഒരു അവസരം കിട്ടുന്നതിന് മുമ്പ് അനിത വഴി കമ്മീഷണർ എല്ലാം അറിഞ്ഞു മഹിമയെ അറസ്റ്റും ചെയ്തു. അതിന്റെ കുറ്റബോധം എനിക്കും മഞ്ജുവിന് ഇപ്പോഴും ഉണ്ട്. മഹിമയെ പുറത്തിറക്കാൻ വേണ്ടതെല്ലാം മഞ്ജു ചെയ്യുന്നുണ്ട്. വൈകാതെ മഹിമ നിന്റെ കൂടെ ഉണ്ടാവും. ഇത് ഗിരിയുടെ വാക്ക. ഞാനെല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാം. എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. ഇതെനിക്കും കൂടി കഴിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്നതല്ലേ? അതുണ്ടാക്കാൻ ഞാൻ കൂടെ കൂടിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. മഞ്ജു എന്നോട് ദേഷ്യം കാണിക്കുന്ന എനിക്ക് മനസ്സിലാക്കാം. ഞാൻ മത്സരിക്കുന്നത് അവളുടെ ഭർത്താവിന് വേണ്ടിട്ടാ. പക്ഷെ അമ്മ എന്തിനാ എന്നെ വെറുക്കുന്നേ? അമ്മയ്ക്ക് മരുമോളെന്ന രീതിയിൽ മഞ്ജുവിന് ഒട്ടും ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തിനാ വെറുതെ അവളെ പിന്തുണയ്ക്കുന്നേ?
ഞങ്ങള് തമ്മില് 100 പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അത് ഈ വീട്ടിലെ പ്രശ്നങ്ങളാ. പുറത്തുനിന്ന് വന്ന ഒരുത്തിക്ക് അതിനെക്കുറിച്ച് പരാതി പറയാൻ ഒരർഹതയില്ല. നീ ഇങ്ങോട്ട് വന്നത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ പൊയ്ക്കോ. അതൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല. ഒന്നുമല്ലെങ്കിലും നിന്നേക്കാൾ കുറച്ച് കൂടുതൽ ഓണം ഞാൻ ഉണ്ടിട്ടുണ്ട്. കൂടുതൽ ഓണം ഉണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല അമ്മേ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഈ ചിന്താഗതി മാറ്റിവെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. അമ്മയ്ക്ക് കൂടുതൽ നല്ല മരുമകൾ ആരായിരിക്കും? മഞ്ജു ആണോ അതോ ഞാനാണോ? അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. മഞ്ജു തന്നെയാണ് നല്ലത്. ഉറപ്പാണോ? ഉറപ്പാണ്. മഞ്ജുവിന്റെ അച്ഛനെ ഗിരിയേട്ടൻ കൊല്ലാൻ കൂട്ടു നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി ഗിരിയേട്ടന്റെ ഭാര്യയായിട്ടുള്ളതിൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലേ? ഗിരിയേട്ടന്റെ ജീവന് വരെ അവളെ കൊണ്ട് ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. മഞ്ജു അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ അമ്മയുടെ വെറും വിശ്വാസം മാത്രമല്ലേ, അല്ലാതെ ഉറപ്പൊന്നുമല്ലല്ലോ. എപ്പോഴെങ്കിലും വഴക്ക് കൂടിയിരിക്കുന്ന ഒരു നിമിഷം ഗിരിയേട്ടൻ കാരണം തനിക്ക് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചതെന്ന് ചിന്തിക്കുമ്പോ അവൾക്ക് ഗിരിയേട്ടനെ കൊല്ലാൻ തോന്നിക്കൂടെ? മഞ്ജുവിന് ഇപ്പോഴും വലുത് അവളുടെ കുടുംബമാ. അതുകൊണ്ടല്ലേ അമ്മ ഇത്രത്തോളം അപേക്ഷിച്ചിട്ടും അവള് സ്വപ്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയത്. വേറെ ഏതെങ്കിലും മരുമോൾ അങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കോ? മഞ്ജുവിന് അമ്മയെ പേടിയോ ബഹുമാനോ ഇല്ല. സ്വപ്ന ഇപ്പൊ ജയിലിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ കാരണക്കാരി ഈ മഞ്ജു തന്നെയല്ലേ? അവളോട് എങ്ങനെയാ അമ്മയ്ക്ക് ഇത്ര എളുപ്പത്തിൽ ക്ഷമിക്കാൻ കഴിയുന്നത്? പേരക്കുട്ടിയെ ചുമക്കുന്നോണ്ടാണോ? ആ കുഞ്ഞിന്റെ കാര്യത്തിൽ മഞ്ജുവിന് എന്തെങ്കിലും ശ്രദ്ധയുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവള് കാരണം ആ കുഞ്ഞിന് എന്തേലും സംഭവിച്ചാ അമ്മ എന്ത് ചെയ്യും? നിന്റെ നാവിൽ നിന്നും ഇങ്ങനത്തെ വൃത്തികെട്ട വർത്തമാനം മാത്രമേ വരൂ. എന്റെ പേരക്കുട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആ കുഞ്ഞിന്റെ സുരക്ഷ അതിന്റെ അമ്മയുടെ കൈകളിലാ. മഞ്ജുവിൽ നിന്നും ആ കുഞ്ഞിന് ഒരു സംരക്ഷണവും കിട്ടാൻ പോകുന്നില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ സ്വയം പറ്റിക്കാൻ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആയിക്കോ. കുഞ്ഞിന്റെ കാര്യം മാറ്റിവെച്ച മഞ്ജു ഒരു നല്ല ഭാര്യയോ മരുമകളോ അല്ലെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. ആ ഒരൊറ്റ കാരണത്തിന് വേണ്ടി അവളെ ഗിരിയേട്ടന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയാണോ? ഗിരിയേട്ടനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വേണ്ടേ? മഞ്ജു അദ്ദേഹത്തെ കാണുന്നത് ഒരു കുറ്റവാളിയായിട്ടാ. അവളുടെ മുന്നിൽ നന്നാവാൻ വേണ്ടി മാത്രമാ ഗിരിയേട്ടൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്. അങ്ങനെ സ്വയം തരം താഴ്ന്ന് ആരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റേണ്ട കാര്യം ഗിരിയേട്ടനുണ്ടോ? അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയല്ലേ ഗിരിയേട്ടന് ആവശ്യം. അത് ഞാനാണ്. അയ്യടാ, പറ്റിയൊരു പെണ്ണ്.